പെൻഷൻ അറിവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി അധ്യക്ഷ യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനി ആരൊക്കെ പെൻഷൻ കിട്ടും, ആർക്കൊക്കെ പെൻഷൻ നഷ്ടപ്പെടും എന്ന് അറിയാം. അപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. സാമൂഹിക പെൻഷൻ പദ്ധതിക്ക് കീഴിൽ, അതായത് ഭിന്നശേഷി പെൻഷൻ, സാമൂഹിക പെൻഷൻ, അതുപോലെ വിധവാ പെൻഷൻ, വാർഷികകാല പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ ഉൾപ്പെട്ട ഇങ്ങനെയുള്ളവർ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും കാണുകയും ചെയ്യണം, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യണം. വാർഷികകാല പെൻഷൻ വാങ്ങുന്നവർ എല്ലാ മേഖലയിലേക്കും ഉദ്യോഗസ്ഥരെ പറഞ്ഞയക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കർശനമായിട്ട് നിലവിൽ പരാതി എത്തിച്ചേർന്ന ജില്ലകളിൽ ഉദ്യോഗസ്ഥർ ചെന്ന് വീടിൻ്റെ ഭൗതിക കാര്യങ്ങളൊക്കെ സാമ്പത്തികമൊക്കെ പരിശോധിച്ച് അവർക്കാണ് പെൻഷൻ അർഹതയുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പെൻഷൻ ഉപഭോക്താക്കളുടെ വരുമാന സ്രോതസ്സ് അത് പ്രധാനമായിട്ട് പരിശോധിച്ച് വിലയിരുത്തുന്നതായിരിക്കും. ബാക്കിയുള്ളവർക്ക് പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും. അതായത് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ അങ്ങനെ ഉൾപ്പെടുത്തി ജീവനക്കാർ വീട്ടിൽ വരികയായി. അതായത് നാട്ടിൽ ഗ്രാമീണ പശ്ചാത്തലത്തൊക്കെ പരിശോധിക്കുന്നവർ. വീട്ടിൽ വാഹനമുള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല, കാറുള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല. അങ്ങനെ മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിന് സമീപിക്കും. ഇങ്ങനെയുള്ളവർ വീട്ടിൽ ചെല്ലുന്നത് തന്നെ വാഹനമുള്ളവർ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ സർക്കാർ അവരെ പുറത്താക്കും. അത് മാത്രമല്ല, വീട്ടിൽ AC ഉള്ളവർ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ളിൽ പുറമെ വീടുള്ളവർ ഒക്കെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകും. അങ്ങനെയുള്ളവരെ അയോഗ്യ കൃത്യമായിട്ട് പരിശോധിച്ച് അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും പുറത്താക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിൽ വന്ന് പരിശോധിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇതുവരെ തീരുമാനം ഒന്നും നിലവിൽ എടുത്തിട്ടില്ല. അതായത് പരാതി ലഭിച്ചിട്ടുള്ള മേഖലയിലേക്ക് മാത്രമായിരിക്കും മുൻഗണന. അതായത് പരാതികൾ കൂടുതലായിട്ട് ലഭിച്ചിരിക്കണ ജില്ലാ തലത്തിലായിരിക്കും അന്വേഷണം ഉള്ളത്. അപ്പോൾ ഇത്ര അറിവുകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ആയിട്ട് എൻ്റെ ജനപ്രിയ നായകൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എന്നാൽ വിഷ്ണു ക്രിയേഷൻ. എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് ഇൻസ്റ്റാഗ്രാം ID ചോദിക്കാം. ഒരിക്കലൂടെ പറയുകയാണ്, ജനപ്രിയ നായകൻ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.